എലത്തൂരിൽ എ.കെ. ശശീന്ദ്രൻ എൻ.സി.പി സ്ഥാനാർത്ഥി. പ്രതിഷേധങ്ങൾക്കിടെ ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. കുട്ടനാട് തോമസ് കെ തോമസും മലപ്പുറത്ത് കെ.ടി. മുജീബും സ്ഥാനാർത്ഥിയാകും. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സെയ്ഫ്, എലത്തൂരായിരുന്നല്ലോ അതിലേറ്റവും സങ്കീർണമായത്. എ.കെ. ശശീന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയൊക്കെ ചെയ്താണ്. പക്ഷെ എലത്തൂരിൽ ശശീന്ദ്രൻ അല്ലാതെ മറ്റൊരു പേര് വേണ്ട എന്ന് ദേശീയ നേതൃത്വം കൂടി ചേർന്നാണോ തീരുമാനിച്ചത്? കുട്ടനാട്ടെയും അതുപോലെ തന്നെ മലപ്പുറത്തെയും സ്ഥാനാർത്ഥിത്വത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നൂലാമാലകൾ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എൻ.സി.പിയിൽ? രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എ.കെ. ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് എൻ.സി.പിക്കുള്ളിൽ തർക്കം ഉണ്ടാകാറുണ്ട്. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, അവിടുത്തെ ഒരു വിഭാഗം പാർട്ടി നേതാക്കന്മാരെല്ലാം എലത്തൂരിലെ ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്ത് ആദ്യഘട്ടം മുതൽ രംഗത്ത് വരുമായിരുന്നു. ഇത്തവണയും പഴയ പോലെ തന്നെ അവർ രംഗത്തെത്തിയിട്ടുണ്ട്. എ.കെ. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ല എന്ന നിലപാടിനോട് പി.സി. ചാക്കോ അടക്കമുള്ളവർ അനുകൂലിക്കുകയും ചെയ്തു. ദേശീയ നേതൃത്വത്തിൽ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തി. പക്ഷേ എ.കെ. ശശീന്ദ്രന്റെ പേരാണ് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച് അത് പരസ്യമായി തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പേര് പരസ്യമായി തന്നെ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എ.കെ. ശശീന്ദ്രനെ എലത്തൂരിലും അതുപോലെ തന്നെ കുട്ടനാട് തോമസ് കെ തോമസിനെയും മലപ്പുറത്ത് കെ.ടി. മുജീബിനെയും മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എ.കെ. ശശീന്ദ്രൻ എൻ.സി.പി ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്നത്. ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. അതേസമയം ഈ എലത്തൂർ സീറ്റ് എന്ന് പറയുന്നത് അത് ആ CPM-ന്റെ വോട്ട് കൊണ്ട് ജയിച്ചു കയറുന്ന ഒരു മണ്ഡലമാണ്. എൻ.സി.പിയുടെ കുത്തക സ്ഥലമാണ് എന്ന് പറയാൻ കഴിയില്ല. അവിടെ തർക്കമുണ്ടായപ്പോൾ തന്നെ എലത്തൂരിൽ എ.കെ. ശശീന്ദ്രൻ അല്ലാതെ മറ്റാരെങ്കിലും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ സീറ്റ് തിരികെ ഏറ്റെടുക്കുമെന്ന മുന്നറിയിപ്പ് CPM നേതൃത്വം നൽകിയിരുന്നു. ഇത് എ.കെ. ശശീന്ദ്രൻ വിഭാഗം ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ ഒരു സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുകളയേണ്ടതില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് എ.കെ. ശശീന്ദ്രനെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മഹേഷ്, ഓക്കെ, എലത്തൂരിൽ എ.കെ. ശശീന്ദ്രന്റെ പേര് തന്നെ അവസാനം പാർട്ടി ദേശീയ നേതൃത്വം പച്ചക്കൊടി കാട്ടി. എലത്തൂരിൽ എ.കെ. ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാകും.